തൃശൂർ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ മാലിന്യ കേന്ദ്രമായി കാവിൽക്കടവ് തോട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് കൊടുങ്ങല്ലൂരിലെ ശുദ്ധജല സ്രോതസ്സും പ്രധാന ജലപാതയുമായിരുന്നു. എന്നാൽ നഗരം വികസിച്ചതോടെ തോട് മാലിന്യ കൂമ്പാരമാകാൻ തുടങ്ങി. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കാനകളിലൂടെ ഒഴുകിയാണ് കാവിൽക്കടവ് തോട്ടിൽ എത്തിച്ചേരുന്നത്. വീടുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും ശുചിമുറി മാലിന്യങ്ങളും വരെ തോട്ടിൽ വന്നടിയുന്നുണ്ട്. നഗരസഭയും അധികൃതരും ശ്രദ്ധിക്കാതെ ആയതോടെ തോടൊഴുകുന്ന പ്രദേശമാകെ ഇപ്പോൾ ദുർഗന്ധം പരക്കുകയാണ്. വയസ്സന്മാരും എല്ലാവരും ഉള്ള ഇവിടെ കിടന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിക്കും. ഞങ്ങൾ കുറേ കാലം മുതൽ ഇവിടെ അനുഭവിക്കുന്നതാണ്. ഇപ്പം ഇന്നലെ 1 മണിക്കൂർ കൊണ്ടൊന്ന് ചെയ്ത പണിയാണ് അവർ, ഹോട്ടലുകാർ കൊണ്ടൊന്ന് ചെയ്ത പണിയാണ്. ഞങ്ങൾ മണം കേട്ടാണ് ഓടിക്കേണ്ടത്. അത് ഇതിന് വേണ്ട നടപടി എടുക്കണം. ഹോട്ടൽ മാലിന്യം എന്തൊക്കെ കൊണ്ട് തട്ടിയിട്ട് ആകെ വൃത്തികെട്ട സ്മെല്ലും, പിന്നെ ഞങ്ങളുടെ ഇവിടെ പരിസരത്തും മറ്റുള്ള എല്ലാവർക്കും മൊത്തത്തിലെ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായമായ ആളുകളും കുട്ടികളും ഉള്ളതിനാൽ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഇതിനിടയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഏതൊരു നടപടി ഞങ്ങൾക്ക് ഇതിന് എടുക്കണം. പരാതികൾ ഉയർന്നിട്ടും അത് അവഗണിക്കുന്ന അധികൃതരുടെ നിസ്സംഗതയാണ് തോടിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്നു തുടങ്ങിയതും തോട് നശിക്കാൻ കാരണമായിട്ടുണ്ട്. ദുർഗന്ധം വന്ന് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അതുകൂടാതെ ഈ തോടിന്റെ സൈഡുകൾ മുഴുവൻ ഇടിഞ്ഞു തുടങ്ങി. നമ്മളത് ബന്ധപ്പെട്ട പലരെ അറിയിച്ചു തുടങ്ങിയിരുന്നെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട്. എന്നാണാവോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്നുള്ള ഒരു പേടിയുണ്ട്. 10 വർഷം മുൻപ് വരെ ആഴ്ചയിൽ 2 തവണ എറണാകുളത്ത് നിന്നുള്ള ചരക്ക് വെള്ളം കാവിൽക്കടവിലെത്തിയിരുന്നു. മണൽ വാരലിന് നിയന്ത്രണം വന്നതോടെ മണൽവഞ്ചികളും അപ്രത്യക്ഷമായി. കനോലി കനാലിൽ നിന്നും ആരംഭിച്ച് 1 കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന തോട് നവീകരിക്കണമെന്ന ആവശ്യം വളരെ കാലമായി ഉയരുന്നുണ്ട്. ഇതിനായി 1.25 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് നഗരസഭ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ നീണ്ടുപോകുന്നതും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.